തൃശ്ശൂരിലെ കലോത്സവ നഗരിയിൽ ആരവങ്ങൾ അവസാനിക്കുന്നില്ല. പ്രധാന വേദിയിൽ നിന്ന് ആവേശ കാഴ്ചകളുമായി സ്മിത ഹരിദാസ് തത്സമയം ചേരുന്നു. സ്മിത, എന്താണ്, വലിയ ജനക്കൂട്ടമാണോ ഇപ്പോൾ പൂരപ്പറമ്പിൽ വേദികളിൽ അനുഭവപ്പെടുന്നത്? ഇവിടെ ഇപ്പോ സംഘനൃത്തം, ഹൈസ്കൂൾ വിഭാഗത്തിന്റെ സംഘനൃത്തം നടക്കുന്ന ഒന്നാമത്തെ വേദിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ, ഇത്ര സമയമായി, രാത്രി കുറച്ച് വൈകിയാണ് മത്സരങ്ങൾ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ 9 മണി കഴിഞ്ഞ് 9:17 ഇവിടെ തിരക്കിനൊരു കുറവുമില്ല. ദാ ഇവിടെ കൂടിയിരിക്കുന്ന മനുഷ്യ സാഗരം നോക്കൂ. തൃശ്ശൂർക്കാരുടെ കലയോടുള്ള ഒരു അഭിനിവേശം കാണണമെങ്കിൽ 9-9:30 ഒരാൾ പോലും വീട്ടിൽ പോയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അടക്കത്തോടെ ഇരുന്ന് ശ്വാസം അടക്കി പിടിച്ചിരുന്ന് നല്ല വിഷയങ്ങളുണ്ട് ഈ സംഘനൃത്തങ്ങളിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ട ആ കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ. നയന മനോഹരമായ കാഴ്ചയാണ്. നൃത്തം അതങ്ങനെ പൊടി പൊടിക്കുന്നു. ഇവിടെ നോക്കൂ, ഒരുപാട് പേര് ഇറങ്ങി പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേര് കയറി വരുന്നു. തൃശ്ശൂർക്കാർ മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തിയിരിക്കുകയാണ്. ഈ ജനസാഗരം തന്നെയാണ് സാക്ഷി. തൃശ്ശൂരിന്റെ കലയോടുള്ള സ്നേഹം, കല ഇങ്ങനെ പൊടി പൊടിക്കുമ്പോൾ എത്ര മനോഹരമായ കാഴ്ചയാണ്. രാപ്പകലുകളില്ലാതെ നൃത്ത ചുവടുകൾ എന്ന് നമ്മൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർക്കാര് ഇവിടെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർക്കാരെ ഈ ഉത്സവാഘോഷങ്ങൾ കാണാനെത്തുന്നതിൽ നിന്ന് ഒരാൾക്കും മാറ്റി നിർത്താൻ പറ്റില്ല. എത്ര ചൂടാണെങ്കിലും ചൂട് കുറച്ചൊന്ന് കുറഞ്ഞത് കണ്ടപ്പോഴേക്കും എല്ലാവരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. ഇപ്രാവശ്യത്തെ എല്ലാ പ്രമേയങ്ങളും അതിൻ്റെ തീമൊക്കെ വളരെ മനോഹരമാണ്. ഇപ്പോഴും ഒരു നല്ല മനോഹരമായ നൃത്തം അവിടെ വേദിയിൽ ഇങ്ങനെ പൊടി പൊടിക്കുന്നുണ്ട്. ഇനിയും മത്സരാർത്ഥികളുണ്ട്. ഒരുപാട് സമയക്രമമൊന്നും തെറ്റാതെ പാലിച്ചു പോകാൻ സംഘാടകർ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് രാവിലെ കണ്ടതല്ലേ, നരാധമ്മനെയൊക്കെ വിളിക്കുന്നുണ്ട്, അശ്വത്ഥാമാവിന്റെ. ഇതിന്റെ തീം നല്ല രസമുണ്ട്. അതുപോലെ നേരത്തെ വന്ന ഒരു ഡാൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. വയലാറിന്റെ ഐഷ ഉണ്ടായിരുന്നു. വയലാറിന്റെ ഐഷ, നമ്മുടെ സാംബശിവൻ എത്രയോ വേദികളില് അത്ര ഭംഗിയായി പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ എത്തിയതാണ്. അതുപോലെ സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രസക്തിയുള്ള ഒരുപാട് നൃത്തം, അതിൻ്റെ രൂപങ്ങളൊക്കെ തന്നെ എത്തുന്നു. ആളുകളെല്ലാവരും ശ്വാസം അടക്കി പിടിച്ചാണ് ഇത് കാണുന്നത്. അടുക്കും ചിട്ടയുമായി കാണുന്ന ഈ കാണികൾ തന്നെയാണ് സാക്ഷി തൃശ്ശൂരിൻ്റെ കലയോടുള്ള സ്നേഹത്തിന്. ആഗ്രഹ സൗഭാഗ്യ പൂർത്തി വരുത്തുവാൻ തപം ചെയ്തിരിപ്പൂ ജന്മാന്തരം. അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി തൃശ്ശൂരിലെ വേദിയിൽ നടക്കുന്ന സംഘനൃത്തത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്ന. വിവിധ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. 15,000 കലാപ്രതിഭകളാണ് തൃശ്ശൂരിൽ മത്സരിക്കുന്നത്. ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ അരങ്ങേറുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.